ഇപ്പോൾ ബംഗ്ലാദേശ് പട്ടിണി കൊണ്ട് ആകെ വലയുന്നു. അവർക്ക് 50,000 മെട്രിക് ടൺ അരി വേണമെന്ന് ഇന്ത്യയോട് ആവശ്യപ്പെട്ടു. ഇന്ത്യ അരി കൊടുക്കുമോ? ഇന്ത്യ കൊടുത്തല്ലോ. ഇന്നലെ രാവിലെ ബംഗ്ലാദേശിലെ ചൗദാഗ്രാം പോർട്ട് എന്ന് പറഞ്ഞ പോർട്ടിൽ MV ടണൈസ് ഡ്രീം എന്ന് പറഞ്ഞ കപ്പൽ 24,690 ടൺ അരിയുമായിട്ട് ചെന്നു. ഇനി 25,000 ടണ്ണൂടെ കൊടുക്കും. അത് ജനുവരി ആദ്യം കൊടുക്കുമെന്ന് പറയുന്നത്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമുക്കൊരു വിഷമമുണ്ട്. നമ്മുടെ സഹോദരങ്ങളെ വല്ലാതെ ഉപദ്രവിക്കുന്ന കൂട്ടക്കൊലക്കിരയാക്കിക്കൊണ്ടിരിക്കുന്ന രാജ്യമാണ് ബംഗ്ലാദേശ്. ഹിന്ദുക്കളെ, ക്രിസ്ത്യാനികളെ, എല്ലാവരെയും. ഹിന്ദുക്കളെ കൂട്ടക്കൊല കുറേ നാളായിട്ട് തുടരുന്നു. നമ്മൾ തന്നെ ഇന്നലെ പറഞ്ഞു. എനിക്കൊന്നും മലയാളത്തിലെ മാധ്യമങ്ങളിൽ നമ്മളാണ് ആദ്യം പറഞ്ഞത്, നമ്മൾ മാത്രമാണ് പറഞ്ഞത്. അവിടെ ക്രിസ്ത്യാനികളുടെ വീടുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നു. അവർ ക്രിസ്മസ് പ്രാർത്ഥനയ്ക്ക് പള്ളിയിൽ പോയപ്പോൾ അവരെ ഒരു സ്ഥലത്ത് നിന്ന് ഓടിച്ച് വേറൊരു സ്ഥലത്ത് വന്ന് താമസിച്ച 19 കുടുംബങ്ങളിൽ 17 പേരുടെ വീടും നശിപ്പിച്ചു എന്ന് പറഞ്ഞു. അവിടെ ഹിന്ദു സന്യാസിമാരെ ജയിലിലാക്കുന്നു, അവർക്ക് വേണ്ടി ഹാജരാകുന്ന വക്കീലന്മാരെ കൊല്ലുന്നു. അങ്ങനെ എന്തെല്ലാം ഭീകരതകൾ, കൂട്ടക്കൊലകൾ, തീവെപ്പ്, കൃഷി നശിപ്പിക്കൽ, മൃഗങ്ങളെ കൊല്ലൽ, കന്നുകാലികളെ കൊല്ലൽ, ബലാത്സംഗം, ഇതെല്ലാം നിരന്തരം നിത്യേന നടന്നുകൊണ്ടിരിക്കുന്നു. വലിയ വലിയ ക്ഷേത്രങ്ങൾ, ലോകപ്രസിദ്ധമായ ഹിന്ദു ക്ഷേത്രങ്ങളൊക്കെ തീ വെച്ച് നശിപ്പിക്കുന്നു. അങ്ങനെ അത് മാത്രമല്ല, അവിടുത്തെ മന്ത്രിമാർ, അഡ്വൈസർമാരെന്ന് പറഞ്ഞ് ഭാവിച്ചിരിക്കുന്ന ഊള മന്ത്രിമാർ, അങ്ങനെ പറയണം, വിവരമുള്ളവരാരും പറയൂലല്ലോ. ഊള മന്ത്രിമാർ വന്നിട്ട് പറയുന്നു ത്രിപുര, ഒഡീഷ, ബംഗാൾ, ആസാം ഇതെല്ലാം ബംഗ്ലാദേശിൻ്റെയാണ്, അത് പിടിച്ചെടുക്കണമെന്ന് പറയുന്നു. ഒരു ദിവസം ചെങ്കോട്ടയിൽ വന്ന് അവരുടെ ബംഗ്ലാദേശിൻ്റെ കൊടി കുത്തുമെന്ന് അവിടുത്തെ മത പുരോഹിതന്മാർ പറയുന്നു. അങ്ങനെ വല്ലാത്ത അനാർക്കിസ്റ്റ് ഭരണമുണ്ടാകുന്നു. അതും കൂടാതെ ഇന്ത്യൻ അതിർത്തിയിലേക്ക് ഡ്രോണുകൾ പറത്താനുള്ള സാഹസം വരെ ബംഗ്ലാദേശി സൈന്യം കാണിക്കുന്നു. ഇങ്ങനെ ഇന്ത്യയുമായി വളരെ വലിയ കാലുഷ്യമുണ്ടാക്കുന്ന, ഇന്ത്യക്കാർക്ക് വളരെ വേദനയുണ്ടാക്കുന്ന കാര്യങ്ങൾ ഈ ബംഗ്ലാദേശ് എന്ന് പറഞ്ഞ ഈ രാജ്യം ഉണ്ടാക്കിക്കൊടുത്തത് ഇന്ത്യയാണ്. 1971 നമ്മൾ ഉണ്ടാക്കിക്കൊടുത്ത രാജ്യമാണ്. അവിടെ കിഴക്കൻ ബംഗാളിൽ, ഈ പറയുന്ന കിഴക്കൻ പാകിസ്ഥാനിൽ അവിടുത്തെ ബംഗാൾ വംശജരായ ആളുകളോട് പാകിസ്ഥാനികൾ കാണിച്ച കൊലയും വലിയ പീഡനം. അവിടുത്തെ ബംഗ്ലാദേശിലെ ഇന്നത്തെ ബംഗ്ലാദേശിലെ, അന്നത്തെ കിഴക്കൻ പാകിസ്ഥാനിലെ ഒരു വീട്ടിലും പട്ടാളക്കാർ, പാകിസ്ഥാൻ പട്ടാളം കയറി ബലാത്സംഗം ചെയ്യാത്തൊരു സ്ത്രീ പോലും ഉണ്ടായിരുന്നില്ല. കാരണം അവിടെ ഈ വംശീയമാണല്ലോ, ബംഗ്ലാ വംശീയത ഉണ്ടായിരുന്നു. ആ വംശത്തെ നശിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വമാണ് ഒരു റേപ്പ് നടത്തുന്നത്. റേപ്പ് ഒരു ആയുധമാണെന്ന് പറയുന്നത് അങ്ങനെയാണ്. കാരണം അങ്ങനെ ബലാത്സംഗത്തിലൂടെ കുറേ കുട്ടികളുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അവരുടെ മിക്സായി. അതിനു വേണ്ടിയിട്ടാണ് ബലാത്സംഗം പല രാജ്യത്തും ഫാസിസ്റ്റ് ഭീകര സേനകൾ ബലാത്സംഗം ഒരു ആയുധമായി, റേപ്പ് ഒരു ആയുധമായി പ്രയോഗിക്കാറുണ്ട്. കാരണം ആ വംശത്തെ മുടിപ്പിക്കുക. നമ്മുടെ ഇവിടെ കേരളത്തിൽ നടന്നിട്ടുണ്ട്. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് 8 വീട്ടിൽ പിള്ളമാരെ പിടിച്ചിട്ട് തുറ കയറ്റിയെന്നാണ് പറഞ്ഞത്. എന്നിട്ട് തുറയിലേക്ക് വിറ്റു, അരയന്മാർക്ക് വിറ്റു. അപ്പോൾ ഇവർ രാജകുടുംബമാണ്, വർമ്മമാരാണ്. അവിടെയുള്ളവർക്ക് വിറ്റു എന്ന് പറഞ്ഞാൽ അവർക്ക് കല്യാണം കഴിച്ചു കൊടുത്തു. അപ്പം ജാതീയമായ ഒരു ക്ഷത്രിയ സമുദായത്തിൽപ്പെട്ട ആളുകളെ അരയന്മാർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആ ക്ഷത്രിയ സമുദായം ഇനി ഉണ്ടാവരുതെന്ന് കരുതുന്ന പോലെയാണ് 8 വീട്ടിൽ പിള്ളമാരോട് മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ചെയ്ത പക. അതുകൊണ്ടാണ് ഈ തിരുവിതാംകൂർ രാജാക്കന്മാർ ചങ്ങനാശ്ശേരിയിൽ 8 വീട്ടിൽ പിള്ളമാരുടെ അടക്കം ചെയ്തിരിക്കുന്ന സമാധി സ്ഥലങ്ങളൊക്കെ ഉള്ളത് ചങ്ങനാശ്ശേരിയിലാണ്. അതുകൊണ്ട് തിരുവിതാംകൂർ രാജാക്കന്മാർ ചങ്ങനാശ്ശേരിയുടെ മണ്ണിൽ കാലുകുത്തില്ല. ഒടുവിൽ കാലം ചെയ്ത, സമീപകാലത്ത് മരിച്ച ഇപ്പോഴത്തെ രാജാവിൻ്റെ തൊട്ട് സ്ഥാനത്ത് രാജസ്ഥാനിയനായിരുന്ന മാർത്താണ്ഡവർമ്മ ചങ്ങനാശ്ശേരിയിൽ വന്നു. അന്ന് ചെയ്തതെന്നറിയോ? തറയിൽ പലകയിട്ടിട്ട് പലകയിലാണ് ചവിട്ടിയത്, മണ്ണിൽ ചവിട്ടരുതെന്ന് പറഞ്ഞുകൊണ്ട്. അതിന് അദ്ദേഹത്തിന് പിൻപ് ആരും വന്നിട്ടുമില്ല. ചങ്ങനാശ്ശേരിയുടെ മണ്ണിൽ തിരുവിതാംകൂർ രാജവംശത്തിലെ ആളുകൾ കാലുകുത്തില്ല. കാരണം ആ 8 വീട്ടിൽ പിള്ളമാരുടെ കുടുംബത്തിൻ്റെയും അങ്ങനെ കൊല്ലപ്പെട്ടവരുടെയും അങ്ങ് തുറ കയറ്റിയ സ്ത്രീകളുടെയും ശാപം ചങ്ങനാശ്ശേരിയുടെ മണ്ണിൽ കാലുകുത്തിയാൽ ബാധിക്കുമെന്ന് ആ തലമുറ വിശ്വസിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത്, അങ്ങനെ ഒരു വലിയ ശാപഗ്രസ്തമായ അവസ്ഥയിലാണ് ഇപ്പോൾ ബംഗ്ലാദേശ് നിൽക്കുന്നത്. അപ്പോൾ അവരിപ്പം ഇതിനിടയ്ക്ക് ഇന്ത്യയോട് ഈ ദ്രോഹങ്ങളൊക്കെ ചെയ്യുമ്പോഴും നമ്മളോട് ആവശ്യപ്പെടുക, സഹായിക്കണം, വിശക്കുന്നു 50,000 ടൺ അരി തരുമോ? അരി വെറുതെ എന്നപ്പോലെ മാർക്കറ്റ് വിലയിൽ താഴ്ത്തി തരണമെന്ന് പറഞ്ഞൊരു അപേക്ഷ നമ്മുടെ സർക്കാരിന് മുന്നിൽ വെച്ചു. നോക്കൂ, നമ്മൾ ബംഗ്ലാദേശിന് വേണ്ടുന്നതൊക്കെ കൊടുക്കുന്നത് നമ്മളാണ്. ബംഗ്ലാദേശ് ഉണ്ടാക്കി കൊടുത്തത് നമ്മളാണ്. അവർക്ക് വൈദ്യുതി കൊടുക്കുന്നത് ഗോഡ പ്ലാന്റിൽ നിന്നുള്ള അദാനി വേണ്ട 1500 മെഗാവാട്ട് വൈദ്യുതി കൊടുക്കുന്നുണ്ട്. അതിപ്പോൾ 3-ൽ നിന്നായി വെട്ടിക്കുറച്ചു, 500 മെഗാവാട്ടേ കൊടുക്കുന്നുള്ളൂ. കാരണം ഏതാണ്ട് 1000 കോടി രൂപ അദാനിക്ക് കൊടുക്കാനുണ്ട്. ത്രിപുര സർക്കാർ, ത്രിപുരയിലെ വൈദ്യുതി ബംഗ്ലാദേശിന് പോകുന്നുണ്ട്. അത് വേണ്ട 100 മെഗാവാട്ടിന് എടുത്ത് കൊടുക്കുന്നുണ്ട്. അതിന് 200 കോടി രൂപ കുടിശ്ശികയാണ്.
ബംഗ്ലാദേശിലും വെള്ളം കൊടുക്കുന്ന നമ്മളാണ്, കുടിവെള്ളം കൊടുക്കുന്ന, കൃഷിക്ക് വിടുന്ന വെള്ളം കൊടുക്കുന്ന നമ്മളാണ്. നമ്മൾ ഈ ഡാം അടച്ചാലും ബംഗ്ലാദേശ് നശിക്കും, ഡാം തുറന്നാലും ബംഗ്ലാദേശ് നശിക്കും. അങ്ങനെ ഇന്ത്യ ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഈ പന്നികളാണ് നമ്മുടെ സഹോദരങ്ങൾക്ക് നേരെ ഇന്ത്യൻ വംശജരായ അല്ലെങ്കിൽ ഹിന്ദുക്കളായ ആളുകളെ കൂട്ടക്കൊല ചെയ്യാനും അവിടുത്തെ ക്രൈസ്തവരെയും മറ്റു ന്യൂനപക്ഷങ്ങളെ ഉപദ്രവിക്കാനും തുടങ്ങിയിരിക്കുന്നത്. തുടർന്നുകൊണ്ടേയിരിക്കുക. അതോടൊപ്പം തന്നെ ഇന്ത്യയെ അപമാനിക്കുന്ന, ഇന്ത്യയെ പ്രകോപിപ്പിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്നു. തുടർച്ചയായിട്ട് തന്നെ ഷേഖ് ഹസീനെ വിട്ടുതരണമെന്ന് ആവശ്യപ്പെടുന്നു. അത് ഡിപ്ലോമാറ്റിക് പ്രശ്നമാണ്, നമ്മൾ കൊടുക്കുകയൊന്നുമില്ല. അപ്പോൾ ഏതായാലും ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ നാട്ടിലുണ്ടായ ഒരു വികാരം എന്ന് പറയുന്നത്, മോദി ഒരു കാരണവശാലും ഈ പന്നികൾക്ക് ഒരു മണി അരി കൊടുക്കരുത് എന്നാണ് ഇന്ത്യക്കാരൻ്റെ ഒരു പൊതുവികാരം. അങ്ങനെ പറഞ്ഞാൽ തെറ്റു പറയാൻ പറ്റില്ല. കാരണം പാകിസ്ഥാൻ ഒരു കാലത്ത് അവരെ വംശീയമായി മുടിക്കാൻ ശ്രമിച്ചപ്പോൾ ഇന്ത്യൻ ഭരണകൂടം അങ്ങോട്ടേക്ക് സൈന്യത്തെ വിട്ടുന്നു, അവരെ മോചിപ്പിക്കുന്നു. പിന്നീട് ആ ബംഗ്ലാദേശ് എന്ന രാജ്യം രൂപം കൊണ്ടതിന് ശേഷം എല്ലാവരും സഹായം കൊടുക്കുന്ന നമ്മളാണ്, സൈന്യത്തിന് പരിശീലനം കൊടുക്കുന്ന നമ്മളാണ്. ആ രാജ്യം ഇപ്പം നേരെ തിരിഞ്ഞിട്ട് ഷേഖ് ഹസീനെ പുറത്താക്കുന്നു. എന്നിട്ട് അഡ്വൈസറുടെ നേതൃത്വത്തിൽ ഇന്ത്യയിലെ 3 സംസ്ഥാനങ്ങൾ പിടിച്ചെടുത്ത് അവരുടെ രാജ്യം വലുതാക്കണം. അപ്പോൾ ഒരാൾ ഇപ്പുറത്ത് നിന്ന് അരി ചോദിക്കുന്നു, മറ്റൊരു മന്ത്രിക്ക് തുല്യനായ ഒരാൾ അപ്പുറത്ത് മാറിയിട്ട് 3 സംസ്ഥാനങ്ങൾ പിടിച്ചെടുക്കണം, ഡൽഹിയിൽ കൊടി ഉയർത്തണം. അപ്പോൾ എന്തൊക്കെ ആവശ്യങ്ങളാണ് അവർക്കുള്ളത്? ഒപ്പം പാകിസ്ഥാൻ്റെ സഹായം ചോദിക്കുന്നു. പാകിസ്ഥാൻ അറബി ഫെബ്രുവരിയിൽ ചെന്നിട്ട് ഇനി സൈനിക പരിശീലനം നൽകാൻ പോകുന്നു. അപ്പോൾ ഈ പാകിസ്ഥാനും ബംഗ്ലാദേശിലും ഒന്നിച്ച് നിന്നാൽ ഇന്ത്യ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നാണ് ഇതിൻ്റെയൊക്കെ ധാരണ? അങ്ങനെയല്ല സിനു, അതിനകത്തൊരു പ്രശ്നമുണ്ട്. ഡിപ്ലോമസി എന്ന് പറയുന്നത്, രാജ്യതന്ത്രജ്ഞത എന്ന് പറയുന്നത് ഒരു കല കൂടിയാണ്. ഇപ്പോൾ നോക്കൂ, ബംഗ്ലാദേശിലെ സർക്കാർ മുഹമ്മദ് യൂനിസ് എന്ന് പറഞ്ഞാൽ ഈ കിളവൻ ആരാണ്? അയാളൊരു ബ്ലേഡ് കമ്പനി നടത്തിയിരുന്ന ആളാണ്. നമ്മുടെ ഇവിടെ മൈക്രോ ഫിനാൻസ് എന്ന് പറഞ്ഞ് ഇപ്പോൾ ഇസാഫ് പോലെയുള്ള ബാങ്കില്ലേ, അങ്ങനത്തെ കുറേ മൈക്രോ ഫിനാൻസ് ബാങ്കുകളുണ്ടല്ലോ. അതുപോലെ നാട്ടിലൊക്കെ SH ഗ്രൂപ്പുകളുണ്ടാക്കി, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളുണ്ടാക്കി അവർക്ക് പണം കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് മുഹമ്മദ് യൂനസ് ബംഗ്ലാദേശിൽ തുടങ്ങിയത്. അങ്ങനെ ബംഗ്ലാദേശിലുള്ള മുഴുവൻ ഗ്രാമങ്ങളിലും ഇയാൾ SH ഗ്രൂപ്പുകളുണ്ടാക്കി ബംഗ്ലാദേശിലെ വനിതകൾക്ക് പ്രധാനമായും പണം കൊടുത്തു. അപ്പോൾ പറയുന്നത് സ്ത്രീകളെ ശാക്തീകരിക്കാൻ വേണ്ടി കൊടുത്തു എന്നൊക്കെയാണ് പറയുന്നത്. സത്യത്തിൽ അങ്ങനെയല്ല. ബംഗ്ലാദേശിലെ മുഴുവൻ സ്ത്രീകളെയും കടക്കണിയിൽ വീഴ്ത്തി ഇയാൾ വലിയ തോതിൽ സമ്പത്തുണ്ടാക്കി. അപ്പോൾ പക്ഷേ അയാൾ പറയുന്നത് ഇങ്ങനെ സ്ത്രീകൾക്ക് ഇങ്ങനെ പണം കൊടുത്തുകൊണ്ട് സ്ത്രീകൾ കച്ചവടം തുടങ്ങി, കൃഷി തുടങ്ങി, അങ്ങനെ സ്ത്രീകളുടെ ജീവിത നിലവാരം മെച്ചപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തള്ളി മറിച്ച് ഇയാൾ കുറേ കാമ്പയിൻ നടത്തി. ഇയാളുടെ ഫണ്ടിങ് എന്ന് പറഞ്ഞാൽ സോറോസിൻ്റെ ഫണ്ടിങ്ങാണ്. ബംഗ്ലാദേശ് മുഹമ്മദ് യൂനസിന് ഇത്രയും കോടാനുകോടി രൂപ എങ്ങനെയാണ് SH ഗ്രൂപ്പുകൾ നടത്താൻ കിട്ടി? അമേരിക്കൻ ഫണ്ടിങ്ങാണ്. അമേരിക്കൻ ഫണ്ടിങ് അല്ലെങ്കിൽ സോറോസിൻ്റെ ഫണ്ട് വഴിയാണ് ഉപയോഗിച്ചിട്ടാണ് ഇയാൾ ഈ SH ഗ്രൂപ്പുകൾ നടത്തി. എന്തിനാണ് ഈ ഫണ്ട് കൊടുക്കുന്നത്? അപ്പോൾ ആർക്ക്? ഈ ബംഗ്ലാദേശിലെ സ്ത്രീകളെ ഇങ്ങനെ സഹായിക്കാൻ വേണ്ടി. ഒരു രാജ്യത്തിൻ്റെ പുരോഗതി തടയാൻ പറ്റും. ആ രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ കടക്കണിയിലാക്കി കഴിഞ്ഞാൽ പിന്നീട് അവരുടെ മേലൊരു സമ്മർദ്ദ ശക്തിയായിട്ട് പ്രവർത്തിക്കാൻ പറ്റും. നാളെ ഈ ബംഗ്ലാദേശിലെ മുഴുവൻ സ്ത്രീകളെയും SH ഗ്രൂപ്പുകളിൽ പെടുത്തി കടമെടുത്തവരാക്കി. ആ സംഘടന പറയുന്നിടത്ത് അവർ നിൽക്കേണ്ടി വരില്ലേ? ഒരു ഇലക്ഷൻ വന്നാൽ അല്ലെങ്കിൽ ഒരു ക്രിട്ടിക്കൽ തീരുമാനം എടുക്കേണ്ട ഘട്ടം വന്നാൽ ഇവരെ സ്വാധീനിക്കാൻ കഴിയും. ഞങ്ങൾ പറയുന്നത് കേട്ടോണ്ടോ അല്ലേ? ഞങ്ങൾ പറയുന്നത് കേട്ടോണ്ടി വരും. ഒരു കടക്കാരൻ, ഒരു കടം വാങ്ങിയ ഒരാൾ കടം കൊടുത്ത ആളുടെ മുന്നിൽ എപ്പോഴും ഒരു ലെവലിൽ താന്നേ നിൽക്കുള്ളൂ അല്ലേ? തീർച്ചയായും അങ്ങനെയാണ്. നമ്മൾ ഓരോ മനുഷ്യനും അറിയാമല്ലോ, നമ്മൾ കടം വാങ്ങിയ ഒരാളോട് കൃത്യമായി കടം തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന ഒരു അഭിമാനക്കുറവുണ്ട്. അങ്ങനെ കടം ഋണത്തിൽപ്പെട്ട ഒരാളെന്നുള്ള ഭാവത്തിൽ ഒരു ജനതയെ തളച്ചിടാൻ പറ്റി. പിന്നെയോ ഈ പൈസ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കൊടുക്കുന്നതിന് 22% വരെയൊക്കെയാണ് പലിശ. ഈ പലിശ കിട്ടി ഫണ്ട് ചെയ്തവർക്ക് വലിയ പണവും ഉണ്ടാവുന്നു. അപ്പോൾ ഇതൊരു വലിയ പ്രൊജക്റ്റ്, സ്ത്രീകളെ ശാക്തീകരിക്കലാണെന്ന് പറഞ്ഞ് പ്രോജക്റ്റ് ഉണ്ടാക്കി കൊടുത്തിട്ട് നോബൽ സമ്മാനം കിട്ടി. എന്തെങ്കിലും രാഷ്ട്രീയ പരിചയമുണ്ടോ? ഇയാളുടെ മന്ത്രിസഭയിലെ അഡ്വൈസർമാരായിരിക്കുന്ന കിഴങ്ങന്മാർ ഇപ്പോൾ ഇന്ത്യയുടെ സംസ്ഥാനങ്ങൾ പിടിച്ചെടുക്കണമെന്ന് പറഞ്ഞത് അവൻ്റെ ഫോട്ടോ കണ്ട താടിക്കിട്ടൊട്ട് തട്ട് കൊടുക്കാൻ തോന്നുന്നു. ഒരു കൊച്ചു പയ്യൻ ഊശാൻ താടിയൊക്കെ വെച്ചവനാണ്. അവൻ ആരാന്നറിയോ? അവൻ അവിടെ ഈ 10,000 പിള്ളേർ വന്നിട്ട് സമരം ഉണ്ടാക്കി കലാപം നടത്തിയില്ലേ പിള്ളേരെന്ന് പറയുന്നവർ. ഈ വിദ്യാർത്ഥി സമരങ്ങൾക്ക് ലോകത്തെമ്പാടും ഫണ്ട് ചെയ്യുന്ന ആരാണ്? സോറോസാണ്. സോറോസിന് വിദ്യാർത്ഥി സമരങ്ങൾക്ക് ഫണ്ട് ചെയ്യാൻ ഒരു ഏജൻസി തന്നെയുണ്ട്. അങ്ങനെ സോറോസ് ഫണ്ടിൽ സമരം ചെയ്ത ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി വിഭാഗത്തിൻ്റെ ഒരു തെരുവിൽ കല്ലെറിയാൻ വന്ന ഒരു ഊളയെ പിടിച്ചാണ് മന്ത്രിയാക്കിയിരിക്കുന്നത്. അവന് വല്ല രാജ്യതന്ത്രജ്ഞത അറിയാം? പൊളിറ്റിക്സ് അറിയാമോ? പൊളിറ്റിക്സിൽ നമ്മൾ പാലിക്കേണ്ട ചില മിതത്വങ്ങളുണ്ട്. സംസാരത്തിൽ, പ്രവൃത്തിയിൽ, ഈ ചലനങ്ങളിൽ പോലും ചില മിതത്വം, ചില ഡിപ്ലോമസി എന്ന് പറയുന്നത് അതാണല്ലോ. അതില്ലാത്തതിൻ്റെ കുഴപ്പമാണ് ബംഗ്ലാദേശിലെ പല മന്ത്രിമാരും കണ്ടത്. യൂനസിന് ഉൾപ്പെടെയില്ല. ആശാൻ ഒന്ന് പിഴച്ചാൽ 51 പിഴയ്ക്കും ശിഷ്യന്മാർക്കെന്ന് പറഞ്ഞതുപോലെയാണ്. വിവരദോഷിയായ, ഒരു വിവരവും ഇല്ലാത്ത, ഒരു ലോകപരിചയമില്ല, ലോകരാഷ്ട്രീയത്തിൽ ഇടപെട്ട് ശീലവുമില്ലാത്ത യൂനസിൻ്റെ കൂടെ കുറേ കിഴങ്ങന്മാരുമാണ് ബംഗ്ലാദേശിൽ മന്ത്രിമാരായിട്ടിരിക്കുന്നത്. പക്ഷേ അവരെ പോലെ ഇന്ത്യക്ക് പ്രവർത്തിക്കാൻ പറ്റുമോ? ഇന്ത്യ നോക്കുന്നത് അല്ല, പറഞ്ഞുതരാം, അത് ഞാൻ പറഞ്ഞുതരാം. ഇന്ത്യ എന്നെ എന്തിനു ചെയ്യണം? അത് വലിയൊരു ചോദ്യമാണ്. കാരണം 71 മുതൽ പാകിസ്ഥാനുമായിട്ട് ശത്രുതയിലാണല്ലോ.
ബംഗ്ലാദേശ്. ഇപ്പം നോക്കൂ, ബംഗ്ലാദേശിൻ്റെ എക്കാലത്തെയും സ്റ്റാൻഡ് എന്ന് പറയുന്നത്, നിങ്ങൾ ബംഗ്ലാദേശ് യുദ്ധകാലത്ത് ഞങ്ങളുടെ ഓരോ വീടുകളിലും ബംഗ്ലാദേശിലെ ഭവനങ്ങളിൽ ബംഗ്ലാദേശിലെ വീട്ടമ്മമാരെ, സ്ത്രീകളെ പാകിസ്ഥാൻ പട്ടാളം റേപ്പ് ചെയ്തിട്ടുണ്ട്. അതിന് പാകിസ്ഥാൻ പരസ്യമായി മാപ്പ് പറയണം, എന്നാൽ മാത്രമേ നിങ്ങളുമായിട്ടുള്ള ബന്ധം, ചർച്ചകൾ പുനരാരംഭിക്കൂ എന്നായിരുന്നു ഷെയ്ഖ് ഹസീന വരെയുള്ള കാലത്ത് ബംഗ്ലാദേശിൻ്റെ നിലപാട്. ഒരു പാകിസ്ഥാനുമായി ഒരു ചർച്ചയുമില്ല ഈ മാപ്പ് പറയാതെ. ഒരു രാജ്യത്തിൻ്റെ പ്രൈഡിൻ്റെ, അഭിമാനത്തിൻ്റെ പ്രശ്നമായിരുന്നു. പക്ഷേ യൂനിസ് എന്താ ഇത് ഷഹബാസ് ഷെരീഫുമായിട്ട് ചർച്ച നടത്തി പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായിട്ട്. അപ്പോൾ പതുക്കെ ഇയാൾ പാകിസ്ഥാൻ പക്ഷത്തേക്ക് പോവുകയാണ്. അതുകൂടാതെ പാകിസ്ഥാൻ്റെ പട്ടാളം ഇതാദ്യമായി അവിടെ ബംഗ്ലാദേശി പട്ടാളത്തിന് ട്രെയിനിങ് എന്ന് പറഞ്ഞു വരുന്നു. അതും 71 ശേഷം ഒരിക്കലും നടന്നിട്ടില്ലാത്തതാണ്. മൂന്നാമത്തെ കാര്യം, ചരിത്രത്തിലാദ്യമായി കറാച്ചിയിൽ നിന്ന് 71 ശേഷം 2 കപ്പലുകൾ ചിറ്റഗോങ് തുറമുഖത്ത് വന്നു, പാകിസ്ഥാന് പഞ്ചസാരയും മറ്റ് സാധനങ്ങളുമായിട്ട്. അപ്പോൾ ഇതൊരു വലിയ, ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുമായി വളരെ മുമ്പ് തന്നെ ഇത്തരം ഭക്ഷ്യധാന്യങ്ങൾ കൊടുത്തുകൊള്ളാം എന്നൊരു കരാറുണ്ട്. കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ 1.1 മില്യൺ ഭക്ഷ്യവസ്തുക്കൾ, പ്രത്യേകിച്ച് അരിയും ഗോതമ്പും ബംഗ്ലാദേശിൽ നശിച്ചുപോയി എന്നതാണ്. ഒരു കാലത്ത് ബംഗ്ലാദേശായിരുന്നു ലോകത്തിലെ ഏറ്റവും കൂടുതൽ അരി കയറ്റുമതി ചെയ്തുകൊണ്ടിരുന്ന രാജ്യം. പക്ഷേ കഴിഞ്ഞ പ്രളയകാലത്ത് ഈ വിളകൾ മുഴുവൻ നശിച്ചുപോയി. ബംഗ്ലാദേശിന് കഴിക്കാനൊന്നുമില്ല, പട്ടിണിയാണ്. അപ്പോൾ പിന്നെ പാകിസ്ഥാനുമായി ഇവർ വളരെ അടുപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യ അതിൽ നിന്ന് വിട്ടുമാറുക എന്ന് പറയുന്നത് നമുക്ക് രാഷ്ട്രീയപരമായി പൊളിറ്റിക്സാണ്. ഇതിനകത്ത് നമ്മൾ ഈ അതിവൈകാരികമായി അവന് പച്ചവെള്ളം നമ്മൾ കൊടുക്കത്തില്ല എന്ന് പറയുമ്പോൾ വേറെ എവിടെയെങ്കിലും മേടിക്കും. അപ്പോൾ നമ്മളുമായിട്ടുള്ള ഒരു നെഗോഷിയേഷനുള്ള സാധ്യത അടയുകയാണ്. നമുക്ക് എല്ലാ രാജ്യങ്ങളുമായി നമുക്ക് നിന്നോടൊരു വർത്തമാനം പോലും പറയാം, നിന്നെ കണ്ടാൽ മിണ്ടത്തില്ല എന്നും പറഞ്ഞ് നിൽക്കാൻ പറ്റുമോ? അത് പറ്റില്ല. രാജ്യങ്ങൾ തമ്മിലാകുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും സംസാരിക്കാനുള്ള ടോക്കിംഗ് റിലേഷൻസ് വേണം. അപ്പോൾ നമുക്ക് വേദന ഉണ്ടാകുന്ന കാര്യമാണ്, ഇത്രയും ക്രൂരത കാണിച്ചിട്ടും നമ്മൾ അവർക്ക് അരി കൊടുത്തല്ലോ, ഇവനെ പട്ടിണിക്കിട്ട് കൊല്ലണം, അവന് പച്ചവെള്ളം കൊടുക്കരുത്, അവൻ്റെ കറണ്ട് കട്ട് ചെയ്യണം എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷേ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അന്താരാഷ്ട്ര തലത്തിലുണ്ടാകുന്ന ചില പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ത്യ ഒറ്റ രാജ്യമല്ലല്ലോ, ഒരു രാജ്യം, ഇന്ത്യ മാത്രമല്ല ലോകത്തൊരു രാജ്യത്തിനും ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് വലിയ വേദന ഉണ്ടാകുന്ന കാര്യമാണ്, ഇവന് പട്ടിണി കിട്ടി ഇവനെ കൊല്ലണമെന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. പക്ഷേ ഒരു രാജ്യത്തിന് രാജ്യത്തിൻ്റെതായ പരിമിതികളുണ്ട്. നമ്മൾ പറയാറില്ലേ, ഒരാൾ വഴിയിൽ നിന്ന് അധികാരത്തിലെത്തും മുമ്പ് പറഞ്ഞ കാര്യങ്ങളല്ല അധികാരം കിട്ടിയപ്പോൾ പറയുന്നത് എന്ന് ചിലരെക്കുറിച്ച് പറയാറുണ്ട്. അധികാരം ഇല്ലാത്തപ്പോൾ എന്തും പറയാം. അധികാരത്തിൽ ഒരു മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ ആയ കസേരയിൽ ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് ഒരുപാട് ചട്ടക്കൂടുകൾ, ഫ്രെയിംസ് ചുറ്റുമുണ്ട്. ഇതിനെ ബ്രേക്ക് ചെയ്യാൻ അത്ര എളുപ്പമല്ല, പരിമിതികളുണ്ട്. ഇതൊരു വസ്തുതയാണ്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ബംഗ്ലാദേശിനെ വഴിക്ക് കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഓൾറെഡി നമ്മളുമായിട്ടൊരു കരാറുമുണ്ട്. ഈ കരാർ ചെയ്യുന്ന ഏകപക്ഷീയമായി, അതും എന്തിനാണെന്നറിയോ, ഭക്ഷ്യവസ്തുക്കൾ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട കരാറാണ്. ഒരു ജനത, ഇപ്പോൾ ഗാസയിൽ ഈ പ്രശ്നമുണ്ട്. ഗാസയിൽ ഇസ്രായേൽ ഭക്ഷണം കൊടുക്കുന്നില്ല, ഐക്യരാഷ്ട്ര സംഘടന കൊടുത്തുകൊണ്ടിരുന്ന ഭക്ഷ്യവസ്തുക്കൾക്ക് വിലക്കേർപ്പെടുത്തി, ഇസ്രായേൽ ഇട്ട് കൊടുക്കുന്നുമില്ല. ഇതിൻ്റെ പേരിൽ അന്താരാഷ്ട്ര തലത്തിൽ വലിയ സമ്മർദ്ദം വരുന്നു. ഇസ്രായേലിനെതിരെ എത്ര രാജ്യങ്ങളുടെ ഉപരോധമുണ്ട്. സ്പെയിൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെയാണ്. അപ്പോൾ ഇതൊക്കെ ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ട് കൈകാര്യം ചെയ്യേണ്ട ചില പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ, ഇന്ത്യയുടെ രോക്ഷം നിലനിൽക്കുമ്പോൾ തന്നെ അവർക്ക് നമുക്ക് ജീവകാരുണ്യപരമായി അരി കൊടുക്കാതിരുന്നേ പറ്റുള്ളൂ. നമുക്ക് പെട്ടെന്ന് മോദിയോടൊരു ദേഷ്യം തോന്നും. പക്ഷേ മോദിക്ക് അങ്ങനെ അല്ലാതെ പിന്നൊന്നും ചെയ്യാൻ കഴിയില്ല. തരില്ല അരി എന്ന് പറഞ്ഞാൽ വലിയ കയ്യടി ഇന്ത്യക്കാരുടെ കിട്ടുമായിരിക്കാം. പക്ഷേ അന്താരാഷ്ട്ര തലത്തിൽ നമുക്കുണ്ടാവുന്ന ഒരു പ്രതിച്ഛായ നഷ്ടം അതുകൂടി കണക്കിലെടുക്കണം. ഒരു രാജ്യത്തിന് അതിൻ്റെതായ പരിധികളുണ്ട് എന്ന് പറയാം. ഏതായാലും ബംഗ്ലാദേശുകാരൻ്റെ അരി എത്തണമെന്ന് നമ്മൾ ആഗ്രഹിച്ചിരിക്കുമ്പോൾ അവന് കപ്പലിലാണ് അരി വരുന്നത്. കഷ്ടമാണ്, പക്ഷെ മറ്റു മാർഗമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.